കർണാടകത്തിലെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്ന് മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഉണ്ടാകില്ല. ശേഷിക്കുന്ന 3 സ്പോട്ടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെയായിരിക്കും പരിശോധന നടത്തുക. സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയും SIT ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ പരിശോധിക്കുന്നു. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്നും തത്സമയം ചേർന്നു. റഹീസ്, നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയതിനു ശേഷം ആശാവഹമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുള്ളത് നമ്മളെയും സന്തോഷിപ്പിക്കുന്നു. അതായത് അന്വേഷണം തുടരുന്നതിൽ ശാസ്ത്രീയതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ SKN നിലവിൽ 10 സ്പോട്ടുകളാണ് ഇവിടെ പരിശോധിച്ചിട്ടുള്ളത്. ഇത് ഈ നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശം, ഈ പ്രദേശത്തുള്ള 10 സ്പോട്ടുകളാണ് നിലവിൽ പരിശോധിച്ചിട്ടുള്ളത്. ഇവിടെ വനമേഖലയാണ്, ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളും സ്പോട്ടുകളും ഒക്കെ തന്നെയുണ്ട്. അതിനുശേഷം 10 സ്പോട്ടുകൾ പരിശോധിക്കുന്നു. 6ാമത്തെ സ്പോട്ടിൽ നിന്നും 15ഓളം അസ്ഥികൾ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഓരോ സ്പോട്ടിലും എന്തുകൊണ്ട് അസ്ഥികൾ ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിന് ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഏതാണ്ട് ഒരു 10-20 വർഷത്തിന് മുൻപുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഈ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്, പുഴയോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ അതൊക്കെ SIT സംഘം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ അപ്പോൾ ഒരു സ്പോട്ടിൽ എന്തെങ്കിലും ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവിടെ അന്വേഷണം നിർത്താനോ പരിശോധന നിർത്താനോ ഒന്നും അവർ ശ്രമിക്കുകയല്ല, മറിച്ച് എല്ലാ സ്പോട്ടുകളിലും കൃത്യമായി പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കൂടി തന്നെയാണ് പരിശോധന നടത്താതിരുന്നത്. തൊഴിലാളികളും മറ്റുമൊക്കെ നേരത്തെ തുടർച്ചയായി 5 ദിവസം പരിശോധന നടത്തുന്നുണ്ട്. രാവിലെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ ഇവിടെ നിന്നും പൂർണ്ണമായി മടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞായറാഴ്ച പരിശോധന ഒഴിവാക്കിയത്. ശേഷിക്കുന്ന 3 സ്പോട്ടുകളിൽ നാളെ പരിശോധന നടത്താനാണ് തീരുമാനം. എന്തായാലും ഈ 6ാം സ്പോട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥികളൊക്കെയും FSL ലാബിൽ പരിശോധിച്ച് അതിലും ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ മറ്റ് ഘടനകൾ അതൊക്കെയും പരിശോധിച്ച് ഒരു റിസൾട്ട് ലഭിക്കാൻ കൂടി ഇനി SIT സംഘം അതിനുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 13 സ്പോട്ടുകളല്ല സത്യത്തിൽ ധർമ്മസ്ഥലയിൽ ഉള്ളത്, ഇനിയും നിരവധി സ്പോട്ടുകളുണ്ട്. പക്ഷേ അതൊരു പക്ഷേ ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷമായിരിക്കും പിന്നെ ബാക്കി സ്പോട്ട് മാപ്പിംഗ് ഒക്കെയും നടക്കുക. മാത്രമല്ല പ്രദേശത്ത് നല്ല മഴയുണ്ട്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന ഇന്നത്തേക്കൊന്ന് മാറ്റിവെക്കുക എന്ന് തീരുമാനിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയ മഴയാണ് പെയ്തിരുന്നത്. എന്തായാലും അപ്പോൾ അന്വേഷണം ഒരു ഭാഗത്ത് നന്നായി തന്നെ പോകുന്നുണ്ട്. ചില അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതി കൂടി ഉയർന്നു വരുന്നുണ്ട്. അതും ഗൗരവമായി തന്നെ പരിശോധിക്കാനാണ് SIT സംഘത്തിൻ്റെ തീരുമാനം. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി അന്വേഷണം തുടങ്ങിയ ഒരു സംഘമാണ്. അത് 5ാം ദിവസത്തെ തെരച്ചിലിന് മുമ്പൊക്കെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതി ഉയരുമ്പോൾ അത് ഗുരുതരമാണ്. എന്തായാലും സാക്ഷിയുടെ അഭിഭാഷകർ ചിലരൊക്കെ ഇന്ന് കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇനിയും കൂടുതൽ പരാതികൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. SKN മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.